ക്യാൻസർ ബാധിതയായ 47-കാരിയായ വീട്ടമ്മ സുമനസുകളുടെ സഹായം തേടുന്നു. ആറ്റിങ്ങൽ വലിയകുന്ന് സ്വദേശിനി ചിത്രകുമാരിയുടെ ജീവിതമാണ് ദുരിതത്തിലായിരിക്കുന്നത്. ആറ്റിങ്ങൽ വലിയകുന്ന് സ്വദേശിനിയായ ചിത്രകുമാരി ഇപ്പോൾ കടുത്ത ദുരിതത്തിലാണ്. ഏറെ നാളായി നടുവേദനയും വാതവും മറ്റ് അസുഖങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഇവയ്ക്കൊക്കെ ചികിത്സയും നടത്തി വന്നിരുന്നു. ഇതിനിടയിൽ 4 മാസം മുമ്പാണ് ചിത്രകുമാരി തലകറക്കം മൂലം റോഡിൽ വീണത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നുവെങ്കിലും കൂലിപ്പണിക്കാരനായ ഭർത്താവ് സുധീഷൻ ഭാര്യയെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. ഒടുവിൽ ഡോക്ടർമാർ വിധി എഴുതി. ചിത്രകുമാരിക്ക് ബോൺ ക്യാൻസറാണ്. 4 മാസം മുമ്പ് ആറ്റിങ്ങൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വെച്ച് നടന്നു വീഴുകയും അവിടുത്തെ ആട്ടോക്കാർ എടുത്ത് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടറാണ് ഇങ്ങനെ ക്യാൻസറാണെന്നുള്ള കണ്ടുപിടിച്ചത്. അങ്ങനെ RCCയിലേക്ക് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുപോയി ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് അസ്ഥികളിലെ മജ്ജ കംപ്ലീറ്റ് നശിച്ചിരിക്കുകയാണ്, അത് മാറ്റി വയ്ക്കണം. പിന്നെ 6 മാസം ആഴ്ച തോറും തുടർച്ചയായി ഒരു കീമ ചെയ്യണം. അത് തന്നെ ആഴ്ചയിൽ 8500 രൂപ വീതം ഉണ്ടെങ്കിൽ ഒരാഴ്ചയിൽ കീമ തന്നെ നടക്കുകയുള്ളൂ. പിന്നെ ഈ മജ്ജ കംപ്ലീറ്റ് മാറ്റി വയ്ക്കുന്നതിന് 15 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. നട്ടലിന്റെ മജ്ജ മാറ്റിവെക്കണം. 15 ലക്ഷം രൂപയെങ്കിലും ഇതിനായി വേണം. സുധീഷന്റെ ഹൃദയത്തിന്റെ വാൽവിന് സാരമായ തകരാറുണ്ട്. 2 ഓപ്പറേഷനുകൾ കഴിഞ്ഞു. ഒരു തവണ ഹൃദയാഘാതവും വന്നു. ചിത്രകുമാരിക്ക് തുണയായി നിന്ന സുധീഷനെയും വിധി വിഷമത്തിലാക്കി. 15 കൊല്ലത്തിന് മുമ്പ് ബൈപ്പാസ് സർജറി ചെയ്ത ഒരാളാണ്. വാൽവ് മാറ്റി വെച്ച് ഹാർട്ടിന് 2 ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഒരു 7 മാസങ്ങൾക്ക് മുമ്പ് സ്ട്രോക്ക് വന്നു. ഇട സൈഡ് കംപ്ലീറ്റ് സ്തംഭിച്ചതാണ്. ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് വേറൊരു കുഴപ്പമില്ലാതെ ശരിയായി കിട്ടി. അതിനു മുമ്പ് 9 മാസത്തോളമായി മകളുടെ വിവാഹം. അത് ഈ നാട്ടിലെ നല്ലതായ ആൾക്കാർ സഹായിച്ചാണ്. അവർ കടങ്ങൾ തന്നു. 7 ലക്ഷത്തോളം രൂപ കടം ബാധ്യതയുണ്ട് അതിൽ തന്നെ. ആ ബാധ്യത ഇങ്ങനെ കിടക്കുമ്പോഴാണ് എനിക്ക് സ്ട്രോക്ക് വന്നതും ഈ ഭാര്യയ്ക്ക് പെട്ടെന്നുണ്ടായി അസുഖവും. പിന്നെ നല്ലവരായ ആൾക്കാരുടെ സഹായത്താലാണ് ഇപ്പം ആഴ്ചോറും കീമ ചെയ്യാൻ പോകുന്ന പോലും ആ ഒരു സഹായത്താലാണ്. മകളെ വിവാഹം കഴിച്ചയച്ച വകയിൽ 7 ലക്ഷത്തോളം രൂപ കടമുണ്ട്. ചിത്രകുമാരിയുടെയും സുധീഷന്റെയും അവസ്ഥ ഇമ്മട്ടിലായതോടെ 4ാം ക്ലാസ്സുകാരനായ മകൻ അനന്തുവിന്റെ പഠനവും മുടങ്ങി. ഈ സാധു കുടുംബത്തെ സഹായിക്കുക. സാമ്പത്തിക സഹായങ്ങൾ SPT ആറ്റിങ്ങൽ ശാഖയിലെ 67134689079 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു നൽകുക. AC ന്യൂസ് ആറ്റിങ്ങൽ.